അനന്തരം വേദവിധി ബ്രാഹ്മണന്റെ പുത്രിയായ കന്യക സർവസുന്ദരനായ സുന്ദരനെ തന്നെ ഭർത്താവായി ലഭിക്കുവാൻ കമലാലയനാഥനെ തപസ് ചെയ്തു. സുന്ദരനാവട്ടെ ചിദംബര സഭാനാഥനെ ദർശിക്കുവാനായി പുറപ്പെട്ടു. പുണ്യകളായ നദികളെല്ലാം കടന്ന് സിദ്ധവടം എന്ന സ്ഥലത്തെ പ്രാപിച്ചു. അവിടെ സന്ധ്യയെ വന്ദിച്ച് മുനികളുടെ ഒരു പർണശാല കണ്ടു. വഴി നടന്ന ക്ഷീണത്താൽ അതിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഒരാൾ വന്ന് സുന്ദരന്റെ ശിരസിൽ ഇടത്തേക്കാൽ കൊണ്ട് ചവിട്ടി. ഉടനെ സുന്ദരൻ ഉണർന്ന് ആരാണ് ചവിട്ടിയതെന്ന് നോക്കുമ്പോൾ ത്രിലോചനനായും നീലകണ്ഠനായും വ്യാഘ്രചർമ്മധരനായും ഇരിക്കുന്ന അത്ഭുത പുരുഷനെ കണ്ടു. സുന്ദരൻ സംഭ്രമത്തോടെ ഭക്തി കൊണ്ട് ആനന്ദാശ്രുക്കൾ നിറഞ്ഞ നേത്രങ്ങളോടുകൂടി പ്രഭാതം വരെയും സ്തുതിച്ചു. അനന്തരം സുന്ദരൻ പ്രഭാതസന്ധ്യയെ വന്ദിച്ച് പണ്ട് വാമനമൂർത്തിയാൽ പൂജിതനായ ശങ്കരക്ഷേത്രത്തിൽ പോയി അവിടെയും മഹേശ്വരനെ സ്തുതിച്ച് ആ ദേവന്റെ പ്രസാദത്തെയും ലഭിച്ചു. 2-3 വിളിപ്പാട് ദൂരെയുള്ള പുണ്ടരീകപുരത്തേക്ക് പോയി. സ്വർഗതുല്യമായിരിക്കുന്ന ആ ദിവ്യപുരം വെള്ളി കൊണ്ടുള്ള സോപാനങ്ങളാലും നീലരത്നവേദികളാലും പർവ്വത ശിഖരങ്ങളെപ്പോലെയുള്ള രത്നസ്തംഭങ്ങളാൽ ശോഭിതങ്ങളായ പ്രസാദങ്ങളാലും മേഘമാർഗത്തെ സ്പർശിക്കുന്നതുങ്ങളായ വൃഷഭക്കൊടികളാലും അലങ്കരിക്കപ്പെട്ട വീഥികളാലും ഭൂഷിതമായി വീണാവേണു മൃദംഗങ്ങളുടെ ധ്വനികളാൽ ദിക്കുകളെല്ലാം ശബ്ദായമാനങ്ങളായും അപ്സര സ്ത്രീകളെപ്പോലെയുള്ള സ്ത്രീരത്നക്കൊടികളാൽ ശോഭിതമായും നാനാവൃക്ഷങ്ങളാലും വാഴകളാലും നിബിഡങ്ങളായ ഉപവനങ്ങളാൽ ശോഭിതമായും പത്മകൽഹാര കുമുദ ഉൽപ്പല പുഷ്പങ്ങളാൽ ശോഭിതമായും അതിനിർമ്മല ജല പൂരിതങ്ങളുമായ അനേക വാപികളാൽ ശോഭിതമായും ചതുരംഗ സൈന്യങ്ങളാൽ അലങ്കൃതമായും ശൈവദീക്ഷാ വിധിജ്ഞന്മാരായ 3000 ബ്രാഹ്മണരുടെ ഗ്രഹങ്ങളാൽ ശോഭിതമായും പുണ്യഗന്ധികളായ ഹവിസ് ആജ്യം ഇവകളാൽ ഉദ്ധിതമായ അഗ്നിഹോത്രാദിയുടെ ധൂമത്താൽ പാവനമായും ബ്രഹ്മഘോഷത്തിൽ നിറഞ്ഞതായും അതാതു ജാതിധർമ്മങ്ങളാൽ സേവിതവുമായിരിക്കുന്നു. സുന്ദരൻ സന്തുഷ്ടമാനസനായി ആ ചിദംബരപുരത്തെ പ്രവേശിച്ചു. അവിടെയുള്ള എല്ലാവരും സുന്ദരനെ പൂജിച്ചു. സുന്ദരൻ ശിവഗംഗയിൽ സ്നാനം ചെയ്തു ഭസ്മരുദ്രാക്ഷങ്ങളാൽ അലങ്കൃതനായിട്ട് പൂജാദ്രവ്യങ്ങളെ എടുത്തുകൊണ്ട് കനകസഭയിലേക്ക് പോയി. സൂര്യകോടി തുല്യമായും അനേകം രത്നസ്തംഭങ്ങളാൽ ശോഭിതമായും ദേവകളാലും മുനിഗണങ്ങളാലും സേവിതമായും ദർശനമാത്രം കൊണ്ട് മുക്തിദായിനിയുമായും ഇരിക്കുന്ന ആ സഭയിൽ ഭക്താഗ്രഗണ്യന്മാരായ പതഞ്ജലി, വ്യാഘ്രപാദൻ, അഗസ്ത്യൻ, നാരദൻ, തുമ്പുരു, കണ്വൻ, ഭാർഗവൻ മുതലായ മുനിമാരെയും ഇന്ദ്രൻ മുതലായ ദിക്പാലകന്മാരെയും നന്ദി മുതലായ ഭൂതഗണങ്ങളെയും പുറത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും കണ്ടു. സുന്ദരൻ ദ്വാരദേശത്തിലുള്ള ഗണേശനെ പൂജിച്ചു. സ്കന്ദമൂർത്തിയെയും നമസ്കരിച്ചു. നന്ദി മുതലായവരോടുകൂടി സമ്മതം വാങ്ങി സഭയുടെ അകത്തേക്ക് പോയി. മായയാകുന്ന തിരശീലയുടെ അന്തർഭാഗത്തിൽ പഞ്ചാക്ഷരമയമാകുന്ന പീഠത്തിൽ പാർവതീദേവിയോടുകൂടി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സഭാപതിയെ വന്ദിച്ചു. ശ്രീരുദ്രമന്ത്രങ്ങളാലും ശൈവസൂക്തങ്ങളാലും നടേശ്വരനെ നമസ്കരിച്ച് ഇങ്ങനെ സ്തുതിച്ചു. സതേ നമശ്ചിതേ നമ സദാം ഉദാത്മനേ നമ സദശ്ച സാക്ഷിണേ നമ സഭാധിപായതേ നമ അരൂപിണേ ച രൂപിണേ നിരൂപണാധികായതേ കപാലിനേ കപാലിനേ കഭർദിനേ നമോ നമ. നമോ ഹരായ ജാഹ്നവീധരായ ചന്ദ്രമൗലയേ ത്രിലോചനായ തേ നമ സ്ത്രയീമയായ ശംഭവേ അരാളനാളകാളകൂട നീലകണ്ഠകാന്തയേ കപാലമാലിനേ നമഃ കരീന്ദ്രചർമ്മധാരിണേ നമഃശിവായ ശംഭവേ നമ ത്രിശൂലധാരിണേ മനോജഗർവഹാരിണേ മഹോക്ഷകേതവേ നമ ദിഗംബരായ തേ നമ ചിദംബുരാശയേ നമ സ്വയംഭുവേ സദാ നമശ്ചിദംബരായ തേ നമ നമഃ സുവർണ സംസദേ നമഃ സഭേശ്വരായ തേ നമോസ്തു ഭൂത സംസദേ നമോ ഗണായ യോഗിനാം നമോ ഗിരീന്ദ്രജാപതേ നമോ ഹിരണ്യബാഹവേ നമോസ്തു ചേതസസ്പതേ നമോ നമഃ ശിവായ തേ
പുണ്ടരീകസൃജേ നൗമി പുണ്ടരീകാസനാർച്ചിതം പുണ്ടരീകാജിനതരം പുണ്ടരീകാക്ഷനായകം പുണ്ടരീക ഗജാരാധ്യം പുണ്ടരീകമുനിസ്തുതം പുണ്ടരീകപുരീനാഥം പുരാരിം പ്രണമാമ്യഹം. മഹാദേവ മഹാനൃത്ത മഹാഡംബര സാക്ഷിണീം മഹാദേവ തനും വാമാം ശിവകാമമഹം ഭജേ. സത്തായും ചിത്തായും ആനന്ദമായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. സർവസാക്ഷിഭൂതനായ കനകസഭാപതിക്ക് നമസ്കാരം. രൂപമില്ലാത്തവനായും രൂപമുള്ളവനായും മനസ്സിന് അഗോചരനായും കപാലിയായും ബ്രഹ്മവിഷ്ണു രക്ഷകനായും കബർദിയായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. ഹരനായും ഗംഗാധരനായും ചന്ദ്രമൗലിയായും ത്രിലോചനനായും വേദമയനായും ശംഭുവായും തണ്ടോടുകൂടിയ താമരപുഷ്പത്തെപ്പോലെ ശോഭിക്കുന്ന കാളകൂട നീലകണ്ഠത്തോടു കൂടിയവനായും ഗജചർമ്മധരനായും കപാലമാലിയായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. ത്രിശൂലധരനായും മന്മഥഗർവനാശനായും വൃഷഭധ്വജനായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. ദിഗംബരനായും ചൈതന്യ സമുദ്രമായും സ്വയംഭൂവായും ഇരിക്കുന്ന ചിദംബരേശ്വരന് നമസ്കാരം. ഈ കനകസഭയെ ഞാൻ നമസ്കരിക്കുന്നു. സഭാപതിയെയും നമസ്കരിക്കുന്നു. ഭൂതഗണങ്ങളെയും യോഗിഗണങ്ങളെയും നമസ്കരിക്കുന്നു. ഗൗരീസഹിതനായും ഹിരണ്യബാഹുവായും മനഃപ്രവർത്തകനായും ഇരിക്കുന്ന സദാശിവനെ ഞാൻ പിന്നെയും പിന്നെയും നമസ്കരിക്കുന്നു. പത്മമാലയെ ധരിച്ചവനായും ബ്രഹ്മപൂജിതനായും വ്യാഘ്രചർമ്മധരനായും വിഷ്ണുസേവ്യനായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. പുണ്ടരീകമെന്നു പേരായ ദിഗ്ഗജത്തിനാൽ ആരാധിക്കപ്പെട്ടവനായും വ്യാഘ്രപാദമുനിയാൽ സ്തുതിക്കപ്പെട്ടവനായും ചിദംബരേശ്വരനായും ഇരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. മഹേശ്വരന്റെ മഹാനൃത്ത കോലാഹലത്തിന് സാക്ഷിഭൂതയായും മഹേശ്വരന്റെ വാമാങ്കമായും ഇരിക്കുന്ന ശിവകാമദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ സുന്ദരൻ സ്തോത്രത്താൽ വാക്കിനെ സഫലമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു. ഹേ സുന്ദര, നിന്റെ സ്തോത്രത്താൽ ഞാൻ സന്തുഷ്ടനായി. നിന്റെ വാക്കുകൾ അതിമനോഹരങ്ങളായിരിക്കുന്നു. നീ കമലാലയത്തിൽ പോയി എന്നെ ഇതുപോലെ സ്തുതിക്കുക. ഇങ്ങനെ ആകാശവാണി അവസാനിച്ചപ്പോൾ സുന്ദരന്റെ ശിരസിൽ സ്വർണവൃഷ്ടിയുണ്ടായി. അതുകൊണ്ട് ദേവന്മാർ തന്നെ വിസ്മിതരായി. മനുഷ്യരുടെ കഥ പറയേണ്ടതില്ലല്ലോ. അവിടെയുള്ളവരെല്ലാം സുന്ദരനെ സാക്ഷാൽ സദാശിവനാണെന്ന് വിചാരിച്ച് നമസ്കരിച്ചു. സുന്ദരൻ അചിന്ത്യ ശക്തിമാനായ ദേവന്റെ സങ്കല്പ വൈഭവത്തെ അറിഞ്ഞിട്ട് അഹങ്കാരമാകുന്ന ഇരുട്ടിൽ പ്രവേശിച്ചില്ല. മഹേശ്വരന് അജ്ഞാനിയായ എന്നിൽ ഇത്ര പ്രസാദമുണ്ടായത് എങ്ങനെയാണെന്ന് വിചാരിച്ച് പിന്നെയും ആ മഹേശ്വരങ്കിൽ ദൃഢഭക്തിയെ ചെയ്തു. ശിവ ആജ്ഞാകാരകനായ സുന്ദരൻ കനകസഭയെയും വ്യാഘ്രപാദൻ മുതലായ മുനികളെയും നന്ദി മുതലായ ഗണങ്ങളെയും ശിവഭക്തന്മാരെയും സഭാപതിയെയും ശിവകാമദേവിയെയും നമസ്കരിച്ച് പുറപ്പെട്ടു. തന്റെ പിന്നാലെ അനുഗമിക്കുന്ന ബ്രാഹ്മണരെ നമസ്കരിച്ച് മടക്കി അയച്ച് ഉത്തരകാവേരിയെ കടന്ന് ബ്രഹ്മപുരത്തേക്ക് പോയി. ആ ബ്രഹ്മപുരിയിൽ സ്കന്ദമൂർത്തിയുടെ വേറെ ഒരു ദേഹമെന്ന പോലെയുള്ളവനായ ജ്ഞാനസംബന്ധൻ എന്ന് പേരായ ബാലൻ ഗൗരീദേവിയുടെ മുലപ്പാലാകുന്ന അമൃതത്തെ പാനം ചെയ്തതിനാൽ സരസ്വതീ ദേവിയെ നാവിന്മേൽ നർത്തനം ചെയ്യിച്ചു. അത്ര മഹത്വമുള്ള ജ്ഞാനസംബന്ധന്റെ പാദാരവിന്ദങ്ങളിലുള്ള പൊടികളാൽ പരിശുദ്ധ മാർഗമായ ഈ പുരിയെ എന്റെ കാൽകൊണ്ട് ചവിട്ടുന്നത് യുക്തമല്ലെന്ന് നിശ്ചയിച്ച് സുന്ദരൻ ആ പുരിയിലേക്ക് കടക്കാതെ ദൂരത്തുനിന്നു തന്നെ മഹേശ്വരനെ സ്തുതിച്ചു. അവിടെ മഹേശ്വരൻ ഗൗരിയോടുകൂടി പ്രത്യക്ഷനായി സുന്ദരനെ അനുഗ്രഹിച്ചു. അനന്തരം സുന്ദരൻ മഹേശ്വരനോട് അനുവാദത്തെ വാങ്ങി തെക്കേ ദിക്കിലേക്ക് പോയി. ചോളരാജാവിന്റെ സൗഭാഗ്യത്തെ കണ്ടുകൊണ്ട് ശിവസ്ഥലങ്ങളാൽ അലങ്കൃതമായ കാവേരി തീരത്തിലെത്തി. കവേരപുത്രിയായ ആ പുണ്യനദിയിൽ ഇറങ്ങിയിട്ട് സുന്ദരൻ 4 ഭാഗവും നോക്കി വളരെ സന്തോഷിച്ചു. പത്മോൽപല കൽഹാരങ്ങളുടെ സൗരഭ്യത്താൽ വാസിതയായും കർപ്പൂരധവളമായ മണൽത്തിട്ടകളോടുകൂടിയതായും അനേകം വൃക്ഷങ്ങളാലും വാഴകളാലും നിറഞ്ഞതായ ഉപവനങ്ങളോട് കൂടിയതായും ആദിത്യന്റെ രഥാശ്വങ്ങളുടെ കുളമ്പുകൾ തട്ടി പൊളിഞ്ഞതായ നാളികേരങ്ങളോട് കൂടിയ തെങ്ങുകളാൽ നിബിഡമായും ഉഷ്ണകാലത്തിൽ കൂടി 2 കരങ്ങളോടൊപ്പം പ്രവാഹമുള്ളതായും അപ്സര സ്ത്രീകളുടെ
തീരങ്ങളിലുള്ള ആശ്രമങ്ങളിൽ ഘോഷിക്കുന്നതായ മുനിഗണങ്ങളുടെ വേദാന്തധ്വനിയാൽ പാവനമായും യാഗം ചെയ്യുന്ന ബ്രാഹ്മണരുടെ യാഗശാലയിൽ ഉള്ള യൂപസ്തംഭങ്ങളാൽ ശോഭിതയായും യോഗനിദ്രയിൽ ആസക്തനായ ശ്രീരംഗനാഥന് മാലയായും സമുദ്രമഹിഷിയായും ഇരിക്കുന്ന കാവേരി മഹാനദിയെ കടന്ന് ശിവക്ഷേത്രങ്ങളിലെല്ലാം പോയി മഹേശ്വരനെ സ്തുതിച്ചു. മായൂരം, മധ്യാർജുനം, കുംഭകോണം, പഞ്ചനദം എന്നിങ്ങനെയുള്ള ദിവ്യക്ഷേത്രങ്ങളിലെല്ലാം സുന്ദരൻ മഹേശ്വരനെ സേവിച്ചിട്ട് ശ്രീ ത്യാഗനാഥ ക്ഷേത്രമായ കമലാലയത്തിലേക്ക് പോയി എന്ന് സ്കന്ദപുരാണത്തിൽ 8-ാം അധ്യായം.